രാജ്യത്തെ ഇന്റർനെറ്റ് ശൃംഖല നിശ്ചലമാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്ത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ ആശങ്ക പരത്തുന്ന ഒന്നായി മാറുകയാണ്. ഇതോടുകൂടി തന്നെ വീണ്ടും ഇന്ത്യ ഇറാൻ ബന്ധം കൂടുതൽ വഷളാകാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണുന്നതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ഇന്ത്യയും അതേപോലെ തന്നെ ലോകവും സ്തംഭിപ്പിക്കുമെന്നും സമ്പദ് വ്യവസ്ഥ തകരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ ഡാറ്റ കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്നും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് ആഗോള ആശയവിനിമയത്തെയും സമ്പദ് വ്യവസ്ഥയും തകിടം മറിക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇന്റർനെറ്റ് ഡിജിറ്റൽ സേവനങ്ങളെ ഗുരുതരമായി തന്നെ ഇത് ബാധിക്കുകയും ചെയ്യും എന്നതാണ് ഇറാന്റെ മുന്നറിയിപ്പായി തന്നെ വ്യക്തമാക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കടലിനടിയിലെ ഡാറ്റ കേബിളുകൾ അത് ആകസ്മികമോ അല്ലെങ്കിൽ മനഃപൂർവ്വമായി തകരാറിലാക്കാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇവിടെ IRGC നൽകിയിരിക്കുന്നത്. ഇറാന്റെ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിരവധി പ്രധാന കേബിളുകൾക്ക് ഒരേ സമയം കേടുപാടുകൾ സംഭവിക്കുമെന്നും പേർഷ്യൻ ഗൾഫിൽ ഉടനീളം തന്നെ തടസ്സങ്ങൾക്ക് കാരണമായേക്കുമെന്നതാണ് വാർത്തയിലൂടെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആഗോള ആശയവിനിമയത്തിനുള്ള അത് നട്ടെല്ലായി തന്നെ അവിടെ വർദ്ധിക്കുന്ന ഫൈബർ ഒപ്റ്റിക് കേബിളുകളുടെ വലിയൊരു ഭാഗം ഹോർമുസ് കടലിൽ ഉള്ളതായി തന്നെ സുപ്രധാന ഡിജിറ്റൽ ആപ്നെയും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് ഇതായി തന്നെ അറിയപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ കേബിളുകൾ കേടുപാടുണ്ടായി എങ്കിൽ അതിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റിന്റെ അരികുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രാദേശിക ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഏകദേശം 17% മുതൽ 30% വരെ ഈ ലൈനുകൾ വഹിക്കുന്നതാണ്. അതേപോലെ തന്നെ ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാരുടെ പിന്തുണയുള്ള UAEയിലും അതുപോലെ സൗദി അറേബ്യയിലെയും വൻതോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഹബ്ബുകൾ ഈ കേബിളുകളെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നതായും വ്യക്തമാക്കുകയാണ്. ആഗോള സാമ്പത്തിക ഇടപാടുകളുടെയും അതേപോലെ കേന്ദ്ര ബിന്ദുവാണ് ഈ കേബിളുകൾ. ഇമെയിലുകൾ മുതൽ ക്ലൗഡ് സേവനങ്ങൾ ഈ അണ്ടർ വാട്ടർ നെറ്റ്വർക്കിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അതേപോലെ ഒമാൻ, UAE, പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി അതായത് ഇത്തരത്തിൽ നിലവിൽ സംഘർഷ മേഖലയോട് തന്നെ ചേർന്നുള്ള നിരവധി രാജ്യങ്ങളിലെ ലാൻഡിംഗ് സ്റ്റേഷനുകൾ വഴിയാണ് ഇത്തരത്തിൽ അണ്ടർ സീ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ ഉപഭോക്താക്കളിൽ ഒന്നായ ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ കണക്ഷനുകളെ വളരെയധികം ആശ്രയിച്ചാണ് ഇവ നിൽക്കുന്നത്. ഈ കേബിളുകളിലെ തടസ്സം ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് വേഗത കുറയ്ക്കുന്നതിനും ക്ലൗഡ് സേവനങ്ങളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കുവാനും കാരണമായേക്കും. അതേപോലെ തന്നെ IT, IF പവേർഡ് സേവന മേഖലകൾക്ക് സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതിന് കാരണമാകുന്നുണ്ട്. മുൻപ് കേബിൾ സ്ഥാപിക്കുന്നതിന് ഇത്തരം അതായത് ചില ഉത്തരവാദിത്തം വഹിക്കുന്ന ഫ്രഞ്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ ചില അൽക്വറ്റൽ സബ്മറൈൻ നെറ്റ്വർക്കുകളാകട്ടെ ഉപഭോക്താക്കൾക്ക് ചില മുന്നറിയിപ്പുകൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. അപ്രതീക്ഷിതമായ എന്തെങ്കിലും സംഭവം കാരണം അവരുടെ ചുമതലകൾ നിറവേറ്റുന്നതിൽ അവരെ തടയുന്നുവെന്ന് കരാർ പങ്കാളിയെ അറിയിച്ചിരിക്കുന്നതായും മാത്രമല്ല ഇത്തരത്തിൽ വലിയൊരു രീതിയിൽ IRGC ആകട്ടെ നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.